ബി ജെ പിയെ വിമർശിക്കുമ്പോൾ കൃത്യമായി അത് രാഷ്ട്രീയപരമായ വിമർശനമാകണം. അത് ഒരു തീവ്രവാദ സംഘടനയെ രാഷ്ട്രീയപരമായി വിമർശിക്കേണ്ട കാര്യമുണ്ടോ? വിമർശനമാകുന്നിടത്ത് നിഷ്പക്ഷ ഹിന്ദുക്കൾ ബി ജെ പി ആവും. സാങ്കേതികമായിട്ട് ഇവിടെ ഉണ്ടായി അങ്ങോട്ട് പോകും. ഈ 100 കോടി ആളുകളുള്ള ഒരു മതം, അവരുടെ വിശ്വാസമാണത് അല്ലെ. ജയ് ശ്രീരാം എന്ന് ഹനുമാനാണ് അത് ഇവിടുത്തെ ഹിന്ദുക്കൾ പോലും ആരാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതിന്റെയാണ്. മറ്റുള്ളവർ മുസ്ലിമും ക്രിസ്ത്യനുമായിട്ട് ജീവിക്കേണ്ട വന്നതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. നീയൊക്കെ തലയിൽ ചാണകം പൊതിഞ്ഞു വെച്ചേക്കണ കോവർ കഴുതകളാണെങ്കിൽ നീയൊക്കെ അത് സമ്മതിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ മന്ദബുദ്ധി തരം പറയുന്നതിന് ചില പരിധികൾ വയ്ക്കണം. 100 കോടി ജനങ്ങളുള്ള ഒരു മതത്തിന്റെ വിശ്വാസമാണെങ്കിൽ വിശ്വാസം കാണിക്കേണ്ടത് അമ്പലത്തിലും പള്ളിയിലുമാണ്, അല്ലാതെ രാഷ്ട്രീയത്തിലല്ല. 100 കോടി ജനങ്ങളുടെ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ഒന്നാണെന്ന് തെളിയിക്കണം. ഇവിടെ ഒരു ബ്രാഹ്മണനെ ഒരു ദളിതനെങ്കിലും കല്യാണം കഴിക്കണം. ദളിതരും ആദിവാസികളും അവർക്ക് വിലക്കുള്ള അമ്പലങ്ങളിൽ പോലും പൂജാരികളാവണം. എന്നിട്ട് പറയണം 100 കോടി ജനങ്ങളുടെ വിശ്വാസം ഒന്നാണെന്ന്. അധ്വാനിക്കുന്നവന് സ്വതന്ത്രനായിട്ട് ജീവിക്കാനുള്ള അവകാശം വേണം. അതുവരെ ഇത് വെറും ഒരു തീവ്രവാദ സംഘടന മാത്രമാണ്. നമ്മുടെ നാട്ടിലെ തലയ്ക്കകത്ത് പുഴുവരിച്ച കുറെ വർഗീയ വിഷങ്ങളാണ് ഇവരുടെ ഫ്യൂവൽ.